ഇപ്പം പറഞ്ഞല്ലോ 10 വർഷത്തിനിടയ്ക്ക് എന്നെ തേടി വന്ന കഥാപാത്രങ്ങൾ കുറവ്. പക്ഷെ അർച്ചനയിലേക്ക് വരുന്ന കഥാപാത്രങ്ങളിൽ എന്ത് നോക്കിയിട്ടായിരിക്കും അതിനെ ചൂസ് ചെയ്യുക? ഇപ്പം ഞാൻ ഇന്റർവ്യൂവിൽ എവിടെയോ കേട്ടെന്ന് തോന്നുന്ന സ്ക്രിപ്റ്റ് ഒന്നും പണ്ട് അങ്ങനെ തരില്ല എന്നുള്ളത്. ഇപ്പൊ നോർമലി ഇപ്പൊ എല്ലാവരും എല്ലാ സ്ക്രിപ്റ്റ് ഫുള്ള് അല്ലെ വായിച്ച് ചോദിച്ച് അങ്ങനെയാണ്. അപ്പൊ അർച്ചനയുടെ ഒരു ക്രൈറ്റീരിയ എന്തായിരിക്കും? പണ്ട് എന്താന്ന് വെച്ചാൽ ഇത് 1 ലൈൻ തരും, നിങ്ങളുടെ ക്യാരക്ടർ ഇതാണ്, പിന്നെ നമ്മൾ ഊഹിച്ച് സെറ്റിൽ എത്തുവാണ് ചെയ്യുന്നത്. ഇപ്പൊ സ്ക്രിപ്റ്റ് കിട്ടുന്നതുകൊണ്ട് നല്ല ബെനിഫിറ്റ് ആണ്. പിന്നെ പണ്ട് ഞാൻ ആദ്യം നീലത്താമര ചെയ്തു, പിന്നെ മമ്മി ആൻഡ് മീ ചെയ്തതിന്റെ ഒരു ഡ്രോബാക്ക് എനിക്ക് ഉണ്ടായത് എന്താന്ന് വെച്ചാൽ എനിക്ക് മീറ്റി റോൾ വേണം. എനിക്ക് സിനിമയിൽ എന്താ ചെയ്യാനുള്ള എന്റെ ഫുൾ ഫ്ലെഡ്ജ് ഞാനായിരിക്കണം, എന്റെ ഫുൾ ഫിഗർ, എന്റെ ക്ലോസപ്പ്, അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അറിവില്ലായ്മ കൊണ്ട്. ഇപ്പൊ ഞാൻ നോക്കുന്ന ഈ പടം ആസ് എൻ ഓഡിയൻസ് ഞാൻ കാണൂ, ആൻഡ് ആസ് വർക്ക് ആകുന്ന സ്ക്രിപ്റ്റ് ആണോ, അതിൽ എൻ്റെ ക്യാരക്ടർ വെറുതെ ഒന്ന് വന്ന് നിന്ന് പോകുന്ന ക്യാരക്ടറാണോ, അതിൽ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്, ഐ വിൽ ഓൺലി ഡു ദാറ്റ്. ഇപ്പം ഈ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും പറഞ്ഞല്ലോ, കോവിഡിന്റെ സമയത്ത് അടച്ച് അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മുടേതാ. ഇപ്പം വന്ന് കേരളത്തിൽ അർച്ചന ഉണ്ട് എന്നറിയുന്നത് തന്നെ കുറവാണ്, ഡൽഹിയിലും അങ്ങനെ. എങ്ങനെയാണ് അത് തമ്മിൽ ഇപ്പോൾ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? പ്രൊഫഷണൽ ലൈഫ് ഞാനിപ്പം ആക്ച്വലി ഞാൻ കുറേ നാളത്തേക്ക് ലൈക്ക് യുനോ ഈവൻ എൻ്റെ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഞാൻ ഒത്തിരി ചെയ്യുന്നുണ്ടായില്ല. ബിക്കോസ് നമുക്ക് ഒരുപാട് സ്ട്രെങ്ത് വേണം. ഒരു എഴുതാനാണെങ്കിലും ഒരു വെബ് സീരീസ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും എന്താണെങ്കിലും. ഞാനിപ്പം ഹെൽത്തിനെയാണ് പ്രയോറിറ്റി ചെയ്തത്. ആൻഡ് ഓണസ്റ്റ്ലി ഇപ്പോഴാണ് എൻ്റെ ഒന്ന് നോർമലൈസ് ആയി, എൻ്റെ മെഡിക്കേഷൻ എല്ലാം കൂടെ ഒന്ന് കറക്റ്റ് പിടിച്ചത്. ഓക്കെ, ഇതാണ് സംഭവം, ഇത്രയും ലെവൽ ഓഫ് മെഡിസിൻ. ബിക്കോസ് വേറെ ഏത് ഡിസീസും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാര്യം കൈ കിട്ടും, ഷുഗർ കൂടുതലാ ഇങ്ങനെ. ഇതങ്ങനെയല്ല, ഇത് ട്രയൽ ആൻഡ് ടെസ്റ്റ് ആണ് ഫുള്ള്. ഒരു ദിവസം സംസാരിക്കും, അത് ശരിയാവില്ല, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. So now I have normalized. Now probably I'll get back to writing more. Probably I'll get back to doing more. എനിക്ക് ബാലൻസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഏജ് ഹെൽപ്സ്, ഏജിങ് ഹെൽപ്സ്. നമുക്ക് ഒരുപാട് ഇരുത്തം വരും എന്ന് പറയില്ലേ, അതൊരു ഫാക്ടറാണ്. എനിക്ക് ഒരുപാട് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു കാര്യം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം എഴുത്തിലായിക്കോട്ടെ, സംവിധാനത്തിലായിക്കോട്ടെ, അതല്ലെങ്കിൽ അഭിനയത്തിലായിക്കോട്ടെ ഒക്കെ വരുന്ന നെഗറ്റീവ് ഫീഡ്ബാക്സ് അല്ലെങ്കിൽ അതിനെയൊക്കെ എങ്ങനെയാണ് അർച്ചന എടുക്കുക? നെഗറ്റീവ് ഫീഡ്ബാക്സ് 2 രീതി വരും. ഒരെണ്ണം നമ്മളെ ചൊറിയാനും താത്താനും മാത്രം എഴുതുന്ന ഒരാൾക്കാരുണ്ട്. ചിലര് ജെനുവൻലി നമ്മളിൽ നിന്ന് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നമ്മളിൽ അവർക്ക് ഹോപ്പ് ഉണ്ട്, ആ ഹോപ്പിന്റെ പുറത്ത് അവർ എഴുതുന്ന ആൾക്കാരുണ്ട്. സോ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഫസ്റ്റ് ടാസ്ക് ഇസ് ഓവർ. പിന്നെ ഡെഫിനറ്റ്ലി ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റിൽ പോയിട്ട് അൾട്ടിമേറ്റ് കോൾ എടുക്കുന്നത് ഒരു ഡയറക്ടറാണ്, അല്ലെ? ഇപ്പൊ ആൾ ഓക്കെ ടേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ഗിവൻ ദെയർ. ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാം, ചിലപ്പോൾ അടുത്ത പടത്തിൽ നമുക്ക് വേറെ രീതി ചെയ്ത് നോക്കാം. പക്ഷെ എന്നാലും ആ ഡയറക്ടർ എനിക്ക് ഇത് തന്നെ വേണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹിസ് കോൾ ആൻഡ് ഐ വുഡ് ഓൺലി റെസ്പെക്ട് ഹിം. ഐ ഡോണ്ട് ഹാവ് ടു റെസ്പെക്ട് എവ്രിബഡി ദാറ്റ്സ് ഗോണ ബി ദെയർ. ഇപ്പം സംസാരിക്കുമ്പോഴൊക്കെ തന്നെയും ഭയങ്കര പോസിറ്റീവായിട്ടാണ്, ഭയങ്കര ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരാൾ. എങ്ങനെയാണ് ഇത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് ഇങ്ങനെ പാഷനേറ്റഡ് ഇരിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് അതിനെന്താ എന്താണ് ആ സൂത്രം? എന്റെ അച്ഛൻ എങ്ങനെയാണ്, എന്റെ അച്ഛന്റെ വീട്ടുകാർ എങ്ങനെയാണ്. ഞങ്ങൾ എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടെങ്കിലും ആദ്യം ഹ്യൂമർ, അത് കഴിഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കുള്ളൂ. ആദ്യം അവിടെ ഒരു ജോക്ക് പറയണം, എന്നിട്ട് നമുക്ക്. സോ ദാറ്റ് ഹാസ് ഹെൽപ്ഡ്. ലിറ്റിൽ സെൻസ് ഓഫ് ഹ്യൂമർ എല്ലാവർക്കും ഉണ്ടായാൽ I think they'll have a good life.